നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആഴ്സണല് ഇതാ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ഫുൾഹാമിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതോടുകൂടി പ്രീമിയർ ലീഗ് പോരാട്ടത്തിൽ 6 പോയിന്റ് ലീഡായിരിക്കുന്നു. പക്ഷെ 2 കളികൾ അവർ അധികം കളിച്ചിട്ടുണ്ട്. ഓവർ ടു യു സിറ്റി എന്നാണ് ഇനി പറയാനുള്ളത്. ബാക്കി സിറ്റി കളിക്കട്ടെ. എന്തായാലും ബുക്കായോ സാക്ക ഗോളും അസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനം നടത്തി ഇതാ തിരികെ എത്തിയിരിക്കുന്നു. വിക്ടർ ഗ്യോക്കറസ് ഇരട്ട ഗോളുകളും അസിസ്റ്റുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആഴ്സണലിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ബുക്കായോ സാക്കയും മെസയും ട്രൊസാർഡും വിക്ടർ ഗ്യോക്കറസും ഒക്കെ ഒരുമിച്ച് അണിനിരന്നു. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ ഗ്യോക്കറസിലൂടെ ആഴ്സണൽ ലീഡെടുത്തു. ബുക്കായോ സാക്കയുടെ അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത്. 40ാമത്തെ മിനിറ്റിൽ ബുക്കായോ സാക്കയുടെ ഗോൾ പിറക്കുന്നു. ആദ്യ പകുതിയുടെ അവസാന ഘട്ടത്തിൽ ഗ്യോക്കറസ് തൻ്റെ ബ്രേസ് പൂർത്തിയാക്കിയതോടുകൂടി ഏകപക്ഷീയമായ 3 ഗോളുകളുടെ ലീഡിലേക്ക് ആഴ്സണൽ കടന്നുപോയി. രണ്ടാം പകുതിയിൽ പിന്നീട് ഗോളുകൾ പിറക്കാതെ വന്നതോടെ 3-0 അവർ വിജയിച്ചു കയറിയപ്പോൾ 35 കളികളിൽ നിന്ന് 76 പോയിന്റ് ആയിട്ടുണ്ട് ആഴ്സണലിന്. 33 കളികളിൽ നിന്ന് 70 പോയിന്റാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ളത്. അതായത് 6 പോയിന്റ് പുറകിലാണ്. പക്ഷേ 2 കളികൾ കുറച്ചേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ബാക്കി സിറ്റി എന്ത് ചെയ്യുന്നു എന്നതാണ് ആഴ്സണൽ ആരാധകർ ഉറ്റുനോക്കുന്നത്. സിറ്റിയുടെ മത്സരം തിങ്കളാഴ്ച എവേർട്ടിനെതിരെയാണ്. ആ മത്സരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ആഴ്സണലിൻ്റെ ഒരു കിരീട സാധ്യത. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.